ലേറ്റസ്റ്റായിട്ട് വേദലക്ഷ്മി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ഒരു റോബിനെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. കുറേയധികം പേര് ഈ ഒരു റോബിനെതിരെ സംസാരിച്ച സമയത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്, ഇപ്പോഴല്ലേ റോബിൻ്റെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നത്, ഈ ഒരു സമയത്ത് പോലും ഇതുപോലെയൊക്കെ ചെയ്യാൻ എന്താണ് ഇത്രയ്ക്ക് മനസ്സ് അലിവില്ലാത്ത ആളാണോ എന്നൊക്കെ രീതിയിൽ ചോദിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്നുള്ളതാണ് വേദലക്ഷ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റോബിൻ എന്ന് പറഞ്ഞാൽ കുറേയധികം പേരെ പറ്റിച്ചിട്ടുണ്ട്. അത് എന്നെ മാത്രമൊന്നുമല്ല, കുറേയധികം പേരെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട്, എന്നിട്ട് തിരിച്ചു കൊടുക്കാതെ പറ്റിച്ചിട്ടുണ്ട്. ചിലവർ ചോദിക്കുന്ന സമയത്ത് പോലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ട്. പിന്നെ ഈ ഒരു റോബിനെതിരെ ഇതിനു മുമ്പ് കേസ് കൊടുത്തതാണ്. പക്ഷേ അന്നുണ്ടെങ്കിൽ ഭയങ്കര കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഇത് കണക്ക് ആ ഒരു കേസ് പിൻവലിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം ഇത് കണക്ക് നമുക്കെതിരെ മറ്റുള്ള ആൾക്കാരുടെ കയ്യിൽ കൊട്ടേഷൻ പോലെ കൊടുക്കുക, സൈബർ ബുള്ളിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് ഒരുപാട് ക്ഷമിച്ചതിന് ശേഷമാണ് പ്രതികരിച്ചത്. ഇപ്പോഴിതിൽ ചെയ്തില്ലെങ്കിൽ കുറേയധികം പേരെങ്കിലും റോബിൻ കാരണം നഷ്ടങ്ങളുണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ ഇത് കണക്ക് ആ ഒരു അമ്മയുടെ കാര്യമൊക്കെ ഓർത്തിട്ട് തന്നെയാണ് കുറച്ചെങ്കിലും സഹിച്ചത്. ഈ പറയുന്ന റോബിൻ തന്നെ അമ്മ മരിച്ച് കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ അല്ലേ സമരത്തിന് പോയതും അടിക്കും പിടിക്കുകയൊക്കെ പോയിരുന്നത്. അപ്പോൾ അതിന് കുഴപ്പമൊന്നുമില്ലേ എന്നുള്ള രീതിയിലാണ് വേദലക്ഷ്മി ചോദിച്ചിട്ടുണ്ടായിരുന്നത്.